ഇത്രയും വലിയ യൂട്യൂബേഴ്സ് ആവുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചാനൽ തുടങ്ങുമ്പോ വിചാരിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ചിട്ടുണ്ടാവാം, വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ എവിടെ എത്താനാണ്? നിങ്ങളൊന്നും എവിടെ ആവില്ല. കാണുമ്പോ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആ ബെറ്റിംഗ് ആപ്പിന്റെ ആഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു മൈൻഡാണോ? നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. എന്റെ അച്ഛനമ്മയും ഇപ്പോഴും അപ്പോഴും ഒരേപോലെ തന്നെയാണ്. കഷ്ടപ്പാടുള്ള കാലത്തും ഒന്നും അല്ലാതിരുന്നൊരു കാലത്തും ആ കാലത്തും അവര് ഞങ്ങളുടെ കൂടെ നിന്നു. ഇപ്പോഴും അതേ ലെവലിൽ തന്നെയാണ്. ഇപ്പൊ ആര് കണ്ടാലും പണ്ടത്തെ ആൾക്കാരല്ല, ഇപ്പൊ എല്ലാവരും അടുത്ത് വരും, സംസാരിക്കും, ആർക്കും ഒരു പരാതി പറയാൻ. നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതെ വരുമ്പോ ഇന്ന് വീഡിയോ ഇല്ല, എന്ത് ഫീലാണ് നിങ്ങൾക്ക്? വിഷമമാണ്. വണ്ടിയുടെ ക്ലച്ച് ഓട്ടാനൊക്കെ നമുക്ക് പറ്റില്ല, അത്രയും പെയിനാണ്. നിങ്ങൾക്ക് അന്നത്തെ വന്ന വഴി, അന്നത്തെ ആ ജീവിത സാഹചര്യം ഒന്നും എൻജോയ്മെന്റ് അല്ലാത്ത രീതിയിലാണ് പോയത്. ശോഭ പറയല്ലേ, അത് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഇവിടെ ഒരു അടിപൊട്ടും. പ്രയോറിറ്റി ശോഭ കൊടുക്കുന്ന ആരാണ് ഇപ്പൊ മനസ്സിലാക്കാൻ? ശോഭ ഇപ്പൊ മനസ്സിലാവും. ഇത് എഴുതിയ പല പ്രശ്നങ്ങളും സംഭവിച്ചു. എഴുതാൻ പേരെ വരെ വരയ്ക്കാൻ തുടങ്ങി. അത്രയ്ക്കും പേടി. ഇത് കഴിഞ്ഞ് പോകുമ്പോ പടയപ്പ ഇവിടെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി ഇപ്പൊ അമ്മ റോക്കി ബായി ആവുന്നത് കാണാം. 22/12/1992. എന്താ എഴുതിക്കണേ? 22. വലിയ സംഭവമായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇവിടെ എത്തി റീച്ചായി എന്ന് പറയുമ്പോ തന്നെ എന്റെ വയറവിടെ നിന്ന് ഒരേ കലങ്ങളായിരുന്നു. എന്താ ചെയ്യാ, എങ്ങനെ ചോദ്യം ചെയ്യും? വീട്ടിൽ ഈ വീഡിയോസും കാര്യങ്ങളും എഡിറ്റിംഗ് ഇതൊക്കെ ചെയ്യുമ്പോൾ മോന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയായിട്ട് ശ്രദ്ധിക്കുകയും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യണ്ട? അതോ നിങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയും മതി വീഡിയോ എടുത്തിട്ട് വാ എന്റെ കൂടെ വന്ന് കളിക്കുക, അങ്ങനെയൊക്കെ പിള്ളേർക്ക് അത് കൂടുതൽ അവരുടെ കൂടെ പാരന്റ്സ് ഇരിക്കുന്നത് ഇഷ്ടം. അപ്പൊ അതിനുള്ള അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ സമയം എത്ര സമയമില്ലെങ്കിലും അത് കണ്ടെത്താറുണ്ടോ? അതുണ്ട്, മിക്കവാറും ഞാൻ തന്നെയായിരിക്കും അവനോട് കളിക്കാൻ നിൽക്കുക. അല്ലേ? ആണോ? അച്ഛനാണോ? അച്ഛൻ ആരാണ് നിന്റെ? ആരാണ് അച്ഛൻ? ആരാ? ഫ്രണ്ട് ആണോ? പറ. അച്ഛൻ എന്താണ് കളിക്കുക കുട്ടിയുടെ കൂടെ? എന്ത് കളിയാ കളിക്കുക? അമ്മ കളിക്കാൻ വരില്ലേ? അതെന്താ അമ്മ പോവാത്ത കളിക്കാൻ? വരില്ലേ? പണിയുണ്ട്. എന്നാലും ഇനി മുതല് അമ്മ കുട്ടീരെ കൂടെ 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. ശോഭ കേട്ടല്ലോ, രണ്ടുപേരും കുട്ടീരെ കൂടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യും അല്ലേ? കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് വളർന്നു പോവും. നമുക്ക് പിന്നെ അവരാ കുട്ടിക്കാലം തിരിച്ചു കിട്ടില്ല. അപ്പൊ എത്ര സമയമില്ലെങ്കിലും നമ്മൾ പിള്ളേരുടെ കൂടെ കളിക്കും. അച്ഛനമ്മ എന്തായാലും ഒരുമിച്ചിരുന്ന് കളിക്കൂട്ടാ. ഇത്രയും വലിയ യൂട്യൂബേഴ്സ് ആവുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചാനൽ തുടങ്ങുമ്പോ വിചാരിച്ചിട്ടുണ്ടോ? സത്യം പറയും, ആഗ്രഹിച്ചിട്ടുണ്ടാവാം, വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ എത്തുന്നു, ഇത്രയും പെട്ടെന്ന് എത്തുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാവരും പറയാറുണ്ട് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എത്തി എന്നുള്ളത്. എല്ലാവരും പറയാറുണ്ട്. പോസിറ്റീവിനെക്കാളും നെഗറ്റീവ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് പറയുമ്പോ അതായത് ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി നടക്കുന്നു, പിന്നെ ഇതൊക്കെ എവിടെ എത്താനാണ്? നിങ്ങളൊന്നും എവിടെ ആവില്ല. കാണുമ്പോ അങ്ങനെ പിന്നെ കാണുമ്പോ ചിരി വരുന്നു, അങ്ങനെയൊക്കെ നേരിട്ട് തന്നെ പറഞ്ഞു. നേരിട്ട്. പക്ഷെ ഞങ്ങള് ഈ സ്റ്റേജ് എത്തിയപ്പോ ഇപ്പൊ വാക്കുകളെ ഇല്ല, നമ്മളോട് ചോദിക്കണമില്ല. അവരിപ്പോ എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട്? നിങ്ങളുടെ വീഡിയോ ഒക്കെ എന്തായാലും കാണുന്നുണ്ട്. ചിലപ്പോ ഡെയിലി കണ്ടില്ലെങ്കിലും ഇടയ്ക്ക് ചിലപ്പോ എന്തായോ ഇത്രയും വളർന്നതിന് ശേഷം അവര് നിങ്ങളുടെ അടുത്ത് പിന്നെ ഇപ്പൊ കാണുമ്പോഴൊക്കെ നല്ല അംഗീകാരമൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ നല്ലപോലെ സംസാരിക്കണൊക്കെ ഉണ്ട്. ഓക്കെ,
രണ്ടുപേരും ഫസ്റ്റ് പോയ ഒരു സ്ഥലം ഏതാ കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും? ഫസ്റ്റ് പോയത് പോത്തുണ്ടി അമ്പലത്താണ്, നമ്മുടെ നെല്ലിയമ്പതി പോണ വഴിക്ക് അമ്പലത്തിൽ. ഇവിടുന്ന് കുറച്ച് തന്നെ ഉള്ളൂ, ഏകദേശം ഒരു 10 അമ്പലത്തില്. അതല്ലാതെ ഒരു ഹണിമൂൺ ട്രിപ്പ് ആയിട്ട് പോയത് എവിടെയാ? അങ്ങനെ പോയിട്ടില്ല. ഇല്ല, അങ്ങനെ പോയിട്ടില്ലേ? അങ്ങനെ പോയിട്ടില്ല. അത് കല്യാണം കഴിഞ്ഞിട്ട് ഇവനൊക്കെ ആയ ശേഷം ബാംഗ്ലൂർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഈ വെക്കേഷൻ എവിടെയെങ്കിലും പോവാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ പ്ലാനിങ് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അച്ഛനമ്മയുടെ കൂടെ വെക്കേഷൻ എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് ചെയ്ത് അടിച്ചു പൊളിക്കണം ആഗ്രഹം ഉണ്ടോ ഉണ്ണിക്കണ്ണ? ഉണ്ട് ഇല്ലേ? എന്നാ ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ ഇവരോട് പറഞ്ഞ, ഇത്രയും ക്യാമറ നോക്കി പറഞ്ഞ, അച്ഛ അമ്മ നമുക്ക് എവിടെയെങ്കിലും അടിച്ചു പൊളിക്കാൻ ഒരു ഡേ പോവാന്ന് പറഞ്ഞോ. ഇതില് നോക്കി പറഞ്ഞാ ഇവരെന്തായാലും ചെയ്യും. ഇതില് നോക്കി പറഞ്ഞോ, എനിക്ക് വെക്കേഷന് ഒരു 1 ഡേ നമുക്ക് അടിച്ചു പൊളിക്കാൻ പോവാം എന്ന് പറയും. പറഞ്ഞോ, ക്യാമറ നോക്കി പറയാം. ക്യാമറ നോക്കി പറ. ട്രിപ്പ് പോവാന്ന്, എവിടേക്ക് പോവാനുള്ള ഒരു ടൂറ് പോവാന്ന്. അച്ഛനും അമ്മ ഞാൻ ഒരു വർഷം ട്രിപ്പ് പോകും. അവന് ആഗ്രഹം ഉണ്ട് കേട്ടാ. അപ്പൊ നിങ്ങൾ ഞങ്ങൾ ഇവിടെ നെല്ലിയമ്പതി അടുത്താണ്, ഏകദേശം നെല്ലിയമ്പതിക്ക് ഒരു 10-20 പ്രാവശ്യത്തോളം പണിയും കൊണ്ടുപോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് അടുത്തായതുകൊണ്ട് നമ്മള് വേഗം പോയിട്ട് അവിടെ താമസിച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്ക് പരിചയക്കാരുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ രാത്രിയൊക്കെ ഹാൾട്ടായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ അവരുടെ കൂടെ പോകണം. നമുക്ക് സമയം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അതിന് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഇവര് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അവര്. ഈ ബെറ്റിംഗ് ആഡൊക്കെ വരില്ലേ, ബെറ്റിംഗ് ആഡ്, അതൊക്കെ വരുമ്പോ അത് നമുക്കറിയാം അതത്ര നല്ല പരിപാടി എല്ലാ കാര്യങ്ങളും. അവര് നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ ഓഫർ ചെയ്യും. അപ്പൊ ആ പൈസ മേടിച്ചിട്ട് നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ വ്യൂസ് ഉണ്ട്, അവർക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു ഇതില് അവരെ കുരുക്കരുത്. നമുക്ക് എത്ര ലക്ഷം തന്നാലും അത് മേടിക്കാതെ നമ്മൾ അത് ആഡ് ഒഴിവാക്കാം, അങ്ങനത്തെ ഒരു മൈൻഡാണോ? അല്ല ഈ ബെറ്റിംഗ് ആപ്പ് നമുക്ക് പൈസക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അത് മേടിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആ ബെറ്റിംഗ് ആപ്പിന്റെ ആഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു മൈൻഡാണോ? നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. പ്രൊമോഷൻ നമ്മൾ യൂട്യൂബ് ഷോർട്സ് നോക്കിയാലും വീഡിയോസ് നോക്കിയാലും അറിയാൻ പറ്റും. പ്രൊമോഷൻ ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പോ ഉള്ളത്തോളം ഇങ്ങനെ പോവാന്ന് വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് ചാനലുകാർക്ക് ഇപ്പൊ അവര് ഓഫർ ചെയ്യും, ലക്ഷങ്ങൾ ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒരു ഓഫർ വന്നു എന്ന് ചോദിക്കും, ഒരു 4 ലക്ഷം അല്ലെങ്കിൽ ഒരു 3 ലക്ഷം ഓഫർ വന്നു. നിങ്ങൾക്ക് ആക്ച്വലി നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവരുടെ ഓഫർ വരുമ്പോ നിങ്ങൾക്കറിയാം ബെറ്റിംഗ് ആപ്പാണ്, ആളുകളെ പെടുത്തുന്ന ഒരു സാധനമാണ്. നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആ യൂട്യൂബ് വ്യൂസിന്റെ അടുത്ത് നിങ്ങൾ ഈ ഒരു പരസ്യം ചെയ്ത് ഇതെല്ലാവരും ചെയ്യുമെന്ന് പറയോ അതോ ഒഴിവാക്കോ? സിൻസിയർ ആയിട്ട് പറയണം. 3 ലക്ഷം രൂപയാണ് ഓഫർ. ഇതുവരെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യില്ല. നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യൂസിനെ നിങ്ങൾ ചതിക്കില്ല, ആണോ? ചതിക്കില്ല, ചതിക്കില്ല എന്നല്ല, ഞങ്ങള് ഓൾറെഡി അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യില്ലെന്ന് ഓൾറെഡി ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഗുഡ്, അടിപൊളി. ഏത് തരം വീഡിയോസ് നിങ്ങൾ ഇടുമ്പോഴാണ് നിങ്ങളുടെ വ്യൂസിന് ഇഷ്ടം വരണേന്ന് നമുക്ക് വ്യൂ കണ്ട, ലൈക്ക് കണ്ട, കമന്റ് കണ്ട അറിയാം. കൂടുതലും വ്ളോഗ്സിനേക്കാളും ഷോർട്സ് ആണോ കയറി പോകുന്നത്, അതെ വ്ളോഗ്സ് ആണോ, ഏതാണ്? ഷോർട്സ് ആയിരിക്കും തോന്നുന്നു. ഷോർട്സ് ആണ് കയറി പോകും. പക്ഷെ ഞങ്ങൾ വ്ളോഗ് ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഒരു 9 മാസത്തോളം ആയിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞായിരുന്നു ചെയ്യാറില്ല. ഈ ഷോർട്സിൽ തന്നെ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ആ കണ്ടന്റ് തന്നെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അതെങ്ങനെയാണ്? അത് ഫണ്ണി ആണോ, ഇമോഷണലി ആണോ, റൊമാൻറ്റിക് ആണോ, അതെ ഭർത്താവിന് തല്ലുകൊണ്ട് വീഴുമ്പോഴാണോ, അതെ ഭാര്യ കരയുമ്പോഴാണോ? എങ്ങനെയാണ് വ്യൂസ് കൂടുന്നത് കണ്ടന്റ് നിങ്ങളുടെ ചാനലില്? ഫണ്ണിയാണ് മോസ്റ്റ്ലി. ഇമോഷണൽ ഒക്കെ ചെയ്ത് നോക്കി. പക്ഷെ ഇപ്പോ നമുക്ക് ഓൾറെഡി ഇത്ര സബ്സ്ക്രൈബർ ഉള്ളത് കൊണ്ട് ഇമോഷണല് നല്ല രീതിക്ക് ചെയ്താൽ കേറും. അപ്പൊ നല്ല വീഡിയോസ് ചെയ്താൽ ആളുകൾ സ്വീകരിക്കും, അത് ഷൂർ തന്നെയാണ്. അതെ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്ത് ഒരുപാട് പേരൊക്കെ അറിയുകയും കാര്യങ്ങളൊക്കെ ആയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ, ഒരു യൂട്യൂബ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ആരെയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടം? ഒരു റോൾ മോഡൽ, നമുക്ക് ഇതുപോലൊരു വീഡിയോസ് ഒക്കെ ചെയ്താലോ എന്ന് തോന്നിച്ച ഫാമിലി വ്ളോഗ് ആവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള വ്ളോഗ് ചെയ്യണവരാവാം, എന്തായാലും ഒരു യൂട്യൂബർ ആരാ? ഒരാള്, 1, 2, 3 ഏതാണെങ്കിലും പറയാം. ചിലവരുടെ വീഡിയോസ് നമ്മുടെ വീഡിയോസിനേക്കാളും കൂടുതൽ വ്യൂസ് പോകാറുണ്ടല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇങ്ങനെ നോക്കുമ്പോ KL ബ്രോ അവരുടെ വീഡിയോസ് നല്ല രീതിക്കായിരിക്കും കാണാനും കുഴപ്പമില്ല. അവരുടെ ഓൺ കണ്ടന്റ് ആണ്. അതെ. അപ്പൊ അത് കാണുമ്പോ നമ്മൾ ഇതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കും. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു വീഡിയോസ് ഉണ്ടാക്കണം,
അങ്ങനെ ഒരു മൈൻഡ് വരാറുണ്ട്. അതായത് അവരുടെ സക്സസിന്റെ പുറകില് അവരുടെ ഈ ഒരു ഹാർഡ് വർക്കാണ്. അവരുടെ വീഡിയോ വേറെ ആർക്കും ഇല്ല, അത് അവരെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവരെ ഇഷ്ടമാണ്, അവരാണ് റോൾ മോഡൽ. അതെ, ലൈഫില് എന്തെങ്കിലും ഈ കയറ്റ ഇറക്കങ്ങൾ വരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ്, ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് രണ്ടുപേർക്ക് ഉണ്ടാവാം, റിലേറ്റീവ്സ് ഉണ്ടാവാം, ഫാമിലിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും. ഇപ്പൊ നമുക്കൊരു കയറ്റം വരുമ്പോ ഒരുപാട് പേര് വരും, ഇറക്കം വരുമ്പോ ചിലപ്പോ നമ്മളെ കുത്തുന്നവരാവാം, അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നവരാവാം, ആരാണെങ്കിലും. ഇത് ഇങ്ങനെ വരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ്, അങ്ങനെ ഇതൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് എന്താണ് തോന്നിയിരിക്കുന്നത്? തിരിച്ചറിവ് മീൻസ് നമ്മുടെ കൂടെ, ഞങ്ങളുടെ കൂടെ ഒരു കഷ്ടപ്പാടിൽ കുറെ പേരുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു നല്ല കാലം വന്നപ്പോ അവര് അപ്പോഴും ഉണ്ട്, കഷ്ടപ്പെടുന്ന സമയത്തും ഉണ്ട്. അപ്പൊ അതാണ് റിയൽ നമ്മുടെ സപ്പോർട്ടേഴ്സ്. അങ്ങനത്തെ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ മെമ്പേഴ്സോ നൈബേഴ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി, പറയണ്ട. അതായത് അച്ഛനമ്മയെന്ന് പറയാൻ പറ്റില്ല, എന്റെ അച്ഛനമ്മയും ഇപ്പോഴും അപ്പോഴും ഒരേപോലെ തന്നെയാണ്. കഷ്ടപ്പാടുള്ള കാലത്തും ഒന്നും അല്ലാതിരുന്ന ഒരു കാലത്തും ആ കാലത്തും അവര് ഞങ്ങളുടെ കൂടെ നിന്നു. ഇപ്പോഴും അതേ ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആ ദിവസം നമ്മൾ വീഡിയോ എടുക്കാൻ ആ വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എടുത്തിട്ടുണ്ടാവും, നമ്മൾ ഈ കണ്ടന്റ് ഞങ്ങൾക്ക് ഇതിന്റെ ടേണിംഗ് പോയിന്റ് കിട്ടിയത്. അപ്പൊ ഞാൻ ഇപ്പോഴും പറയണേ, അവരുടെ ഒരു പ്രാർത്ഥനയും അവരുടെ ഇതേ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് ഞാൻ എപ്പോഴും പറയാം അച്ഛനമ്മനോട്. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും കൊണ്ടാണ് ഞങ്ങൾ. അതപ്പോ ഇവിടെ അടുത്താണോ? ആ, ഏകദേശം നമ്മള് നെല്ലിയമ്പതി പോണ റൂട്ടില്. അപ്പൊ അത്രയും ദൂരെ പോയിട്ടാണോ? അല്ല, ആ റൂട്ടാണ് ഏകദേശം ഒരു 8-10 കിലോമീറ്റർ. അപ്പൊ ഒരു തിരിച്ചറിവുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പോ അന്ന് നമ്മളെ തിരിഞ്ഞു നോക്കാത്ത ഫ്രണ്ട്സ് ഒരു നല്ലതാവുമ്പോ തിരിഞ്ഞു നോക്കി കൂടെ വരുന്നവരുണ്ടാവും. അങ്ങനത്തെ തിരിച്ചറിവുകൾ നിങ്ങൾ ആരും പറയണ്ട, അങ്ങനത്തെ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ എന്ന് ചോദിക്കണേ. റിയൽ ഒരുപാട് പേരുണ്ട്. അതായത് നമ്മളോട് അധികം സംസാരിക്കാത്ത ആൾക്കാർ വരെ ഇപ്പൊ നമ്മളെ നമ്മളെ കാണുമ്പോ ശരിക്കും നമ്മളോട് ദേഷ്യമുള്ള ആൾക്കാരും ഇപ്പൊ നമ്മളെ കാണുമ്പോ വിഷ് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. അപ്പൊ ആ ഒരു ഗുണം ഇതൊന്നും നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ച തിരിച്ചറിവ്. അത് നമുക്ക് ഇപ്പൊ ആര് കണ്ടാലും പണ്ടത്തെ ആ ആൾക്കാരല്ല, ഇപ്പൊ എല്ലാവരും അടുത്ത് വരും, സംസാരിക്കും, ആർക്കും ഒരു പരാതി പറയാനില്ല, ഒരു സ്നേഹം കാണിക്കും, അതൊക്കെ ഉണ്ട്. അതൊരു തിരിച്ചറിവാണ്, വലിയൊരു തിരിച്ചറിവല്ലേ. നമുക്കിപ്പോ ആരുണ്ടായിരുന്നു, ഇപ്പോഴും ആരുണ്ട്, ആരൊക്കെ ഇല്ല എന്നുള്ളത് വലിയൊരു തിരിച്ചറിവാണ്. ഈ വീഡിയോ ഇടാൻ പറ്റാതെ വരുമ്പോ എന്തെങ്കിലും വയ്യായ കാരണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകൊണ്ടോ എന്തെങ്കിലും കാരണങ്ങളോ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതെ വരുമ്പോ ഇന്ന് വീഡിയോ ഇല്ല, എന്ത് ഫീലാണ് നിങ്ങൾക്ക്? വിഷമമാണ്. മിക്കവാറും ഞങ്ങള് ഒരുപാട് നല്ല ഒരു പരിപാടി, ക്ലോസ് റിലേഷൻഷിപ്പ് അങ്ങനത്തെ ഉള്ള പരിപാടികൾക്ക് മാത്രമേ നമ്മൾ ഇടാതിരിക്കും. പിന്നെ അല്ല, അസുഖമൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിലെ കേസൊക്കെ ആണെങ്കിൽ അങ്ങനെയും പിന്നെ മരണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ മാത്രം, ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഇടാൻ നോക്കും, മാക്സിമം ശ്രമിക്കും. ഓക്കെ. മോൻ കൂടുതൽ സമയം ഒരു ദിവസം ചെലവഴിക്കുന്നത് അച്ഛന്റെ കൂടെയാണോ അമ്മയുടെ കൂടെയാണോ? ഇപ്പൊ വീട്ടിലിപ്പോ അവണ്ട്, സ്കൂളില്ല, നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ ചിലവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ശ്രദ്ധിക്കൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മ ജോലി ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഇരിക്കണു ഇവിടെ ഇരിക്കണു കുക്ക് ചെയ്യണു, ഇപ്പൊ സുരേഷ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, മോൻ ആരുടെ കൂടെയാണ് കൂടുതൽ ഇരിക്കുന്നുണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യാം? ടിവിനോട് കുറച്ച് ടി വി കണ്ടിട്ട് മതിയാവുമ്പോഴാണ് ഒന്ന് എന്റെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോകും. അങ്ങനെ വരിക. അച്ഛനാകുമ്പോ ചില സമയം എഡിറ്റിങ്ങിലും കണ്ടന്റ് കാര്യങ്ങളും അങ്ങനെ നോക്കുമ്പോ പിന്നെ എന്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ മാറി മാറി സമയം കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ കളി കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. എന്തിനാണ് സുരേഷ് ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്നത് ശോഭ കണ്ടെക്കുന്നത്? എന്തിന് ഫിനാൻഷ്യലി പ്രോബ്ലം വരുമ്പോഴാണ്? ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ശോഭ ഞാൻ ചോദിക്കുമ്പോ എന്താന്ന് വിചാരിക്കാതിരിക്കാൻ ഞാൻ കറക്റ്റ് ചെയ്ത് തന്നെ. ഫിനാൻഷ്യലി പ്രോബ്ലം വരുമ്പോഴാണോ, അതോ പേഴ്സണലി എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും കുത്തുവാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോഴാണോ, അല്ല യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ്സ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലും തെറ്റുമ്പോഴാണോ? മെന്റലി ഡൗൺ ആകുമ്പോഴാണോ, ഫിസിക്കലി ഡൗൺ ആകുമ്പോഴാണോ, ഫിനാൻഷ്യലി ഡൗൺ ആകുമ്പോഴാണോ? ഫിസിക്കലി ആയിട്ട് ഉണ്ട്, ഓൾറെഡി പെയിനും കാര്യങ്ങളൊക്കെ ആൾക്ക് ഉണ്ട്. അതായത് ഏകദേശം ഒരു 23-ാമത്തെ വയസ്സിൽ ഏകദേശം ഇപ്പൊ ഒരു 12 വർഷമായിട്ടുണ്ടാവും. ബാക്ക് പെയിൻ ആണ് എനിക്ക്, ഡിസ്കിന് പ്രോബ്ലംസ് ഉണ്ട്, ഈ കാലിക്ക് വരെ അതിന്റെ പെയിനും ഇവിടേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് വണ്ടി ഓടിക്കാൻ തന്നെ നമുക്ക് കഴിയില്ല, വണ്ടിയുടെ ക്ലച്ച് ഓട്ടാനൊക്കെ നമുക്ക് പറ്റില്ല, അത്രയും പെയിനാണ്. കുറെ മരുന്നും MRI അതൊക്കെ കുറെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടേഴ്സ് പറയണത് അധികം വെയിറ്റ് എടുക്കാൻ പറ്റില്ല, വെയിറ്റ് പൊക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി മെക്കാനിക് സെക്ഷനിൽ
വെയിറ്റ് എന്തായാലും പൊക്കിയിട്ടുള്ള അത് തന്നെയാണ്. പക്ഷെ നമ്മളൊരു 20-23 വർഷത്തോളം നമ്മൾ മെക്കാനിക്കലിനെ ആയിട്ടാണ് ഇതുവരെയും പോയത്. ഇപ്പോഴും ആ പെയിനും എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും മാറിയിട്ടില്ല? ഇല്ല, അത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടോ ഇപ്പോഴും? ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോ അതില് മെയിൻ ആയിട്ട് വെയിറ്റ് പൊക്കി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വെയിറ്റ് എടുക്കാൻ പറ്റില്ല, ചാടാൻ പറ്റില്ല, അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ എക്സസൈസ് ഒക്കെ അത്യാവശ്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമ്മളൊക്കെ കണ്ടന്റ് എടുക്കുമ്പോൾ തന്നെ അറിയാണ്ട് അങ്ങോട്ട് ചാടുന്ന സീനൊക്കെ എടുക്കുന്ന സമയത്തും പിന്നെ ഇവളെ എടുക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഒരു വെയിറ്റ് ആയി മാറും. അതൊക്കെ സഹിച്ചു പിടിച്ചെങ്ങനെ ചെയ്തെങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ ഒരു സങ്കടം ഉണ്ട് അല്ലേ? ഉണ്ട്. മോൻ മൊബൈല് ചോദിക്കുമ്പോ എപ്പോഴും കൊടുക്കാറുണ്ടോ? അതോ മൊബൈല് അങ്ങനെ എപ്പോഴും തരാനൊന്നും പറ്റില്ല? കാരണം നമ്മൾ യൂട്യൂബേഴ്സ് ആണ്, നമ്മളുടെ വീഡിയോ ഒരുപാട് പേര് ഇരുന്ന് കാണുന്നതാണ്. അപ്പൊ നമ്മുടെ മോൻ ചോദിക്കുമ്പോ അത് കൊടുക്കാറുണ്ടോ? ഇല്ല, ഇപ്പൊ കൊടുക്കാറില്ല. നേരത്തെ വീട് ഇരിക്കുന്നതിന്റെ കുറച്ച് മുന്നു വരെ നമ്മൾ കൊടുത്തതായിരുന്നു. എന്താ വെച്ചാൽ അത് കണ്ടിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ നമ്മള് വീട് ഇരിക്കുമ്പോ സമയത്ത് TV ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം അങ്ങനെ കഴിഞ്ഞിട്ട് TV മേടിച്ചിട്ടുണ്ടായിരുന്നു. TV വന്നതിന് ശേഷം ഫോൺ ഇപ്പൊ വരെ ഈ നിമിഷം വരെ ഫോണ് നോക്കാറില്ല. ചോദിച്ചിട്ടുമില്ല. ഗുഡ് ബോയ് അല്ലേ? വേണ്ട അല്ലേ? ശോഭ ആഗ്രഹിച്ചിട്ട് നടത്തി കൊടുക്കാൻ പറ്റാതെ പോയ ഒരു കാര്യം ഒന്നിച്ച് ലൈഫിലേക്ക് വന്നതിന് ശേഷം ഈ നിമിഷം വരെയുള്ള, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ചിലപ്പോൾ ചെറിയൊരു കാര്യങ്ങളായിരിക്കാം, വലുതായിരിക്കാം, തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ പറ്റാതെ പോയത് ഒരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് അവൾക്ക് നടത്തി കൊടുക്കാൻ പറ്റിയില്ല എന്ന് ചിലപ്പോൾ ശോഭ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇപ്പോഴാണ് അവസരം. അങ്ങനത്തെ ഒരു സാധനം എന്തെങ്കിലും ഉള്ളിലുണ്ടോ? അയ്യോ അത് ചെയ്തു കൊടുക്കാം, ഇതുവരെയും പറ്റില്ല? എന്റെ അറിവിൽ അങ്ങനെയില്ല. എല്ലാ ആഗ്രഹവും സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും കുക്കിങ്ങിന്റെ ഭക്ഷണത്തിന്റെ എന്ത് കാര്യങ്ങളും പറയുമായിരിക്കും. പക്ഷെ എനിക്ക് കുറച്ച് ക്ഷീണമായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ ഇത് ചെയ്തതാന്ന് പറയുമ്പോ ചിലപ്പോ ഞാനത് ചെറുതാണ്, ബാക്കിയൊന്നും അങ്ങനത്തെ ചെറുതാ. ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോ ചെറുതായിരിക്കും, പക്ഷെ നമ്മക്കുള്ളിൽ അത് അയ്യോ അങ്ങനെ ചിലപ്പോ വയ്യാണ്ട് ടയർഡായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അപ്പൊ അങ്ങനെ അയ്യോ എനിക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി തോന്നുമ്പോ നമുക്കത് ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ടാവും. അത് കുഴപ്പമില്ല, അത് കാരണമാണെന്ന് തിരിച്ചറിവുണ്ടല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ഗിഫ്റ്റ് എന്താണ്? ശോഭയ്ക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് കൊടുത്തൊരു ഗിഫ്റ്റ് എന്താണ്? ബർത്ത്ഡേ വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഫസ്റ്റില്. ശോഭ പറയല്ലേ? അത് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഇവിടെ ഒരു അടി പൊട്ടും. ഇതൊക്കെ ഓർത്ത് വെക്കണ്ടേന്ന് ചോദിക്കി. ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അത് ഓർക്കണ്ട, പിന്നെ ആരുടെയാണ് ഓർത്ത് വെക്കണ ചോദിക്കണ്ട്. ആലോചിക്ക്. ഒന്ന് കൊടുത്തിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടാ? കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് കൊടുത്ത ഗിഫ്റ്റ് ഭാര്യനെ ഇംപ്രസ് ചെയ്യാൻ വലിയ ഹീറോ ഒക്കെ ആയിട്ട് പോയിട്ട് കൊടുത്തിണ്ടാവൂലോ. ആലോചിച്ചു എവിടെ വെച്ചാന്നൊരു ക്ലൂ കൊടുത്തേ? ശോഭന വീട്ടിലാണോ? അല്ലല്ലേ, ഇവിടെ തന്നെയായിരുന്നു. അതെ, പുറത്ത് പോയി ഔട്ട്ഡോർ ആണ്. ബർത്ത്ഡേക്ക് ഇത്രയും ക്ലൂ തന്നു, ബർത്ത്ഡേക്ക് ആന്ന് വരെ പറഞ്ഞു. ഗോൾഡ് ആണോ? ഗുഡ്. ഇപ്പൊ ഒരു അടി പൊന്തിയാണ് ഞങ്ങള് പോയി കഴിഞ്ഞിട്ട്. തിരിച്ച് ഫസ്റ്റ് സുരേഷിന് മാരേജിന് ശേഷം കൊടുത്ത എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്? അങ്ങനെ ഇല്ല, അന്ന് ഞങ്ങൾക്ക് അതിനുള്ളൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അങ്ങനെ വലിയ എങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമുള്ള ഇതിൽ ആരാണ്? ഞാനാണ്. ചേട്ടന് അങ്ങനത്തെ ഉള്ള ഒരു ഇതില്ല. ഓക്കെ, നമ്മളുടെ മാരേജിന്റെ ഡേറ്റ് ഓർമ്മയുണ്ടാ? ശോഭയ്ക്ക് ഓർമ്മയില്ലേ? എനിക്കുണ്ട്. അവ നിക്കട്ടാ, ഓർമ്മയില്ല? ഒരു കല്യാണം കഴിച്ചിട്ട് എന്ത് മനുഷ്യനാടോ? അവൾക്ക് ഓർമ്മയില്ല. ഓക്കെ, ഏത് മന്താന്ന് ഓർമ്മയുണ്ടോ? ഒക്ടോബർ ആണ്, ഓഗസ്റ്റ് അല്ല സെപ്റ്റംബർ 6 കേട്ടല്ലോ. ഇനി നിങ്ങൾ മറക്കല്ലേ, സെപ്റ്റംബർ 6 സെപ്റ്റംബർ 6. ഓക്കെ, നമുക്ക് ഇനി അതായത് ഞങ്ങൾക്ക് അന്നത്തെ വന്ന വഴി, അന്നത്തെ ആ ജീവിത സാഹചര്യം ഒന്നും എൻജോയ്മെന്റ് അല്ലാത്ത രീതിയിലാണ് പോയത്. ഞങ്ങള് ജോയിന്റ് ഫാമിലി ആയിരുന്നല്ലോ, അച്ഛൻ അമ്മ അവര് അങ്ങനെയായിരുന്നു. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആ ഒരു നല്ലൊരു സമയത്ത് നിങ്ങള് കുറച്ച് ടെൻസ്ഡ് ആയിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ ടൈമിലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ നിമിഷങ്ങളും നിങ്ങൾ എൻജോയ് ചെയ്യണം. നമ്മളത് പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ഒരു ലൈഫല്ലേ ഉള്ളൂ.
നമുക്ക് എന്തായാലും ഈ ഒരു മൂടൊക്കെ ഒന്ന് മാറ്റാം. ഓക്കെ അല്ലേ? ഒരു ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോ നമ്മളുടെ സുരേഷിന്റെ അടുത്താണ്. ശോഭയുടെ ഫേവറേറ്റ് ഫുഡ് എഴുതണം. ഇന്നറിയാം ഭാര്യനെ എത്രത്തോളം ഭർത്താവ് മനസ്സിലാക്കിണ്ടെന്ന്. ഇതിന്ന് മനസ്സിലാക്കണം പലതും. വെറുതെ നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയണതല്ല, എന്റെ ഭർത്താവ് എന്നെ എത്രത്തോളം മനസ്സിലാക്കിണ്ടെന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇപ്പോഴാണ്. ശോഭയുടെ ഫേവറേറ്റ് മൂവി, പഴയതാവാം പുതിയതാവാം എപ്പോഴാ, പക്ഷെ ശോഭ എപ്പോഴും പടം അടിപൊളിയല്ലേ എന്ന് പറഞ്ഞിരുന്ന ഒരു മൂവി, ഫേവറേറ്റ് മൂവി. ശോഭയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല. ശരിക്കും ശോഭ എപ്പോഴും ശോഭനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ശോഭ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടാവും. ചിലപ്പോ ഫാമിലിയുടെ ഉള്ളിലാവാം, അല്ലെങ്കിൽ പുറത്താവാം. 2-3 പേരുണ്ട്. ആരിന്റെ ഒരാളെ ഇത് പറ്റൂ. ഫസ്റ്റ് പ്രയോറിറ്റി ശോഭ കൊടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ ശോഭ ഇപ്പൊ മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ പല പ്രശ്നങ്ങളും സംഭവിക്കും. പറയരുത്. എഴുതാൻ പേര വരെ വരയ്ക്കാൻ തുടങ്ങി. അത്രയ്ക്ക് പേടി. ഇതങ്ങാനും തെറ്റിക്കഴിഞ്ഞ് ഇവിടെ പിന്നെ മനുഷ്യനെ 24 മണിക്കൂർ എന്തുണ്ടെങ്കിലും വിളിക്കണം. അവളുടെ പേര് നിനക്ക് ഓർമ്മ വന്നില്ലേ എന്ന് ചോദിക്കും. ഇനി ശോഭയുടെ ശരിക്കുള്ള ഫ്രണ്ടിന്റെ പേര് ഇതിൽ എഴുതിയില്ലെങ്കിൽ ആ ഫ്രണ്ടിന്റെ ഒരു വിളിയുണ്ട് ഇന്റർവ്യൂ കഴിയുമ്പോ. എഴുതിയിട്ടുണ്ട് അല്ലെ? തൽക്കാലം ഇരിക്കട്ടെ. ശോഭയുടെ ബർത്ത്ഡേയുടെ ഡേറ്റ്, മന്ത്, ഡേറ്റ്, ഇയർ, മന്ത് അതിൽ എഴുതിയാ മതി. അത് നിനക്കറിയില്ലല്ലോ? അറിയില്ലട്ടാ. സത്യത്തിൽ അതെങ്ങനെയോ മറന്നുപോയി തോന്നുന്നുണ്ട്. അടുത്തത് ഡേറ്റ് എങ്കിലും എഴുതിയോളോ, ഇല്ലെങ്കിൽ ഇന്ന് കൊല്ലവള്. ഒരുമിച്ച് പോയ ഫേവറേറ്റ് പ്ലേസ്, നിങ്ങള് ഒന്നിച്ച് പോയ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിണ്ടാവും, പക്ഷെ ഫേവറേറ്റ് പ്ലേസ് ശോഭയ്ക്ക് കിട്ടാ. തൽക്കാലം എഴുതുന്നുണ്ട്. തൽക്കാലം മാത്രം. ഫിനിഷ്. കഴിഞ്ഞ വായിക്കില്ലേ. ഇപ്പൊ അറിയാം ശോഭയ്ക്ക് ശോഭയുടെ പ്രിയതമൻ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ അല്ലേ? സെറ്റ്. ഫേവറേറ്റ് ഫുഡ് ഏതാ? ചിക്കൻ ബിരിയാണി. ആണോ എഴുതിക്കണേ? ചിക്കൻ ബിരിയാണി. ഓക്കെ. ഫേവറേറ്റ് മൂവി? ഖുഷി, വിജയുടെ. അവിടെ എന്താ എഴുതിക്കണേ? പടയപ്പ. ഓമ്പോ ഇത് കഴിഞ്ഞ് പോകുമ്പോ പടയപ്പയാവും ഇവിടെ. വിജയും രണ്ട് ധ്രുവങ്ങളിലാണ്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞ. എനിക്ക് രണ്ടുപേരുണ്ട് ഇപ്പൊ. അപ്പൊ അതില് ഇപ്പൊ എനിക്ക് കൂടുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് സംഗീത എന്ന് പറയുന്നത്. എന്നിട്ട് എഴുതിക്കണേ? സംഗീതം തന്നെ എഴുതിയിരിക്കുന്നു. സംഗീത. അപ്പൊ ഒരു അടി ഒഴിവാക്കാം. ഇനി ഒരുമിച്ച് പോയ ഫേവറേറ്റ് പ്ലേസ്? ഒരുമിച്ച് കുറെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. എന്നാലൊരു ഫേവറേറ്റ് പ്ലേസ് എന്തായിരിക്കും പ്രിയതമ എഴുതി ഉണ്ടാവുക? എനിക്ക് വലുതായിട്ട് പ്ലേസുകളൊന്നും വലിയ താല്പര്യമില്ല. എനിക്കിപ്പോ ഇപ്പോഴും ഫേവറേറ്റ് പ്ലേസ് പറയുമ്പോ എന്റെ വീട് തന്നെയാണ്. അവിടെ ഞങ്ങള് വീഡിയോ എടുക്കാൻ പോയത്. എന്താ എഴുതിക്കണേ? ഞാന് പോയ സ്ഥലമല്ലേ, അപ്പൊ നെല്ലിയമ്പതി എഴുതിയിട്ടുണ്ട്. നെല്ലിയമ്പതിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യനെ ഞാൻ കുറ്റം പറയില്ല കേട്ടോ. ഇങ്ങനെ ഒരു ചതി പാടില്ലായിരുന്നു. എന്റെ വീട് ഞാൻ പോയ സ്ഥലല്ലേ നമ്മള് ചോദിച്ചല്ലേ. നിങ്ങളെ ഇത് പോകുമ്പോ ഇതിനെ പറ്റിയൊരു പ്രശ്നം ഉണ്ടാക്കിയോളൂ. ഓക്കെ. ബർത്ത്ഡേ ഡേറ്റ്, ഇയർ, മന്ത്? 22/12/1992. എന്താ എഴുതിക്കണേ? 22. കള്ളത്തരം കാണിച്ചു. ഇപ്പൊ ശോഭ പറഞ്ഞു അല്ലേ? അല്ല മോനെ, കള്ളത്തരം കാണിച്ചു. ഇപ്പൊ എഴുതിയതാണ്. നേരത്തെ 22 എഴുതണമെന്നുണ്ടായിരുന്നു. ഇല്ല, ഒന്നും എഴുതിയിട്ടില്ല. അതവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഓടി പോയിട്ട് എഴുതാൻ നോക്കും. അപ്പൊ ഇപ്പൊ പറഞ്ഞാലേ എത്ര എണ്ണം ശരിയായിട്ടുണ്ട്? ഇപ്പൊ 2 എണ്ണം പോയി. അതെ. അല്ല, 2 എണ്ണം തെറ്റായിരുന്നു. ഒന്ന് വീടിന്റെയും പിന്നെ ഡേറ്റും. ബാക്കിയൊക്കെ ശരിയാണ്. 3 എണ്ണം ശരിയാണ്. സിനിമയും തെറ്റാണ്. സിനിമയും തെറ്റാണ്. അല്ല, വീടിന്റെ കേസിൽ ഞാനൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. നമ്മൾ സ്ഥലം എന്നാ പറഞ്ഞത്. ഫേവറേറ്റ് പ്ലേസ് വീട് പറഞ്ഞില്ലേ? അത് വേണ്ട. അത് എല്ലാവർക്കും അവരുടെ വീടിന് ഇഷ്ടം. പക്ഷെ വേറൊരു പ്ലേസ് നിങ്ങൾ ഒന്നിച്ചു പോയത്, ടൂർ പോയത്? കൂടുതൽ പോയത് നെല്ലിയമ്പതിയാണ്. എന്താ ഇരിക്കണേ? നെല്ലിയമ്പതി. അപ്പൊ എത്ര എണ്ണം ശരി? 3 എണ്ണം ശരി. 3 എണ്ണം. 2 എണ്ണം തെറ്റി.
രണ്ടെണ്ണം. ആ തെറ്റ് ചെയ്ത് ബർത്ത്ഡേ അറ്റ്ലീസ്റ്റ് ഡേറ്റ് എങ്കിലും ഓർക്കാത്ത ഒരു ഭർത്താവിന് ആദ്യം ഓർമ്മയുണ്ടായിരുന്നു, അതാണ് ഞാൻ 22. അത് പറഞ്ഞപ്പോ ഓക്കെ. അവ എന്തായാലും ഫണ്ണിയായിരുന്നു. ഇനി നമുക്ക് തിരിച്ചു പിടിക്കാം. ഓക്കെ, അത് അങ്ങനെ കാട്ടി കൊടുത്തോ. അപ്പൊ എങ്ങനെയുണ്ട് അച്ഛന്റെ ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ണിക്കണ്ണന് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഇനി ശോഭയാണ്. ഞാൻ തിരിച്ച് ഫേവറേറ്റ്സ് ആണ് ചോദിക്കാൻ പോണേ കേട്ടാ. ഇനി ഇവിടുന്ന് മനസ്സിലാക്കാം എത്രത്തോളം മനസ്സിലാക്കിണ്ടെന്ന്. സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫേവറേറ്റ് ഫുഡ് സുരേഷിന്റെ, ഫേവറേറ്റ് മൂവി, ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്, ഒന്നിച്ചു പോയ ഫേവറേറ്റ് പ്ലേസ്, ജാങ്കോ. അവിടെ ഇത് ഉണ്ട കണ്ണ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ. സുരേഷിന്റെ ഡേറ്റ് ഇയർ മന്ത് കണ്ട് പഠിക്കി. അത് ബൈ ഹാർട്ട് ആയിരിക്കും, കാരണം അത് വെച്ചിട്ടാണ് ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓ അത് ശരി. ഇവിടെ എല്ലാം കറക്റ്റ് ആവും തോന്നണം എനിക്ക്. കഴിഞ്ഞു കണ്ട, എത്ര പെട്ടെന്ന് എക്സാം കഴിഞ്ഞു നോക്കിയേ. നമുക്ക് റിസൾട്ട് വായിച്ചാലോ? ഓക്കെ. ഫേവറേറ്റ് ഫുഡ് ചോറ് തന്നെയാണ്. എന്താ ഇരിക്കണേ? റൈസ്, ഫിഷ് കറി. ഓക്കെ, അത് ശരിയാണ്. യെസ്, ശരിയാണ്. ഫിഷ് ഇഷ്ടമാണ് അച്ഛന്. ഫിഷ് ഇഷ്ടല്ലേ? ഇഷ്ടമാണ്, അത് കറക്റ്റാണ്. അമ്മ കറക്റ്റ് റൈസ് എന്നാ ചോറ് തന്നെ ആയിരിക്കണം കേട്ടാ. രക്ഷപ്പെട്ടു. ഫേവറേറ്റ് മൂവി അങ്ങനെ ഇല്ല, കോമഡി മൂവിയാണ് കാണാറുള്ളത്. പേര് പറഞ്ഞു. പേര് എന്ന് പറയുമ്പോ ഇപ്പോ എന്തായിരിക്കും ശോഭ എഴുതിണ്ടാവാന്നെങ്കിലും ചിന്തിക്കും. അമർ അക്ബർ അന്തോണി, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിരുന്നു. ആൾക്ക് KGF കാണാൻ, ഒന്നിൽ കൂടുതൽ കാണാൻ ഇഷ്ടമാണ്. എന്ത് മനുഷ്യനാടോ. ഇവിടെ ടിവിയിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും വെക്കാൻ പറ്റാണ്ട് താങ്കൾ ഇവിടെ ഇരുന്ന് കാണുന്നതല്ലേ. അപ്പൊ അതെല്ലാം ഇഷ്ടം എന്നല്ലേ വിചാരിക്കുക? കൊണ്ട് കളഞ്ഞില്ലേ? കോമഡി പടങ്ങളാണ് നമ്മൾ കൂടുതലും കാണാറുള്ളത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യം കാണാറുണ്ട്. റോക്കി ബോയിനെ ഇഷ്ടമാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി ഇപ്പൊ അമ്മ റോക്കി ബായി ആവുന്നത് കാണാം. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? ബെസ്റ്റ് ഫ്രണ്ട് ആരുമില്ല ചേട്ടന്. ആരുമില്ലേ? അങ്ങനെ അതായത് എന്താ ചെയ്യാ നമുക്ക്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ ഇപ്പൊ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ ഫീൽഡിൽ ഇറങ്ങിയ ശേഷം ഇപ്പൊ അങ്ങനെ കോണ്ടാക്ട്. അപ്പൊ എന്താ അതിന് മറുപടി? ഞാൻ എന്താ പറയാ, അങ്ങനെ അത് പ്രശ്നമാകുമോ? മൊത്തത്തിൽ പ്രശ്നം അല്ല, ബെസ്റ്റ് ഫ്രണ്ട് ആരും ഇല്ല. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ പേര് പറഞ്ഞില്ലെങ്കിൽ പറയാം, ഇവ എന്താ ഇവന്റെ പ്രശ്നം ഞാനല്ലേ ചോദിക്കില്ലേ കൂട്ടുകാർ. ഒരുപാട് പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പൊ അത് വേണ്ട. ഒരുമിച്ച് പോയ ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? നെല്ലിയമ്പതിയാണ്. ഞാനും നെല്ലിയമ്പതിയാണ്. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആയിണ്ട്. ഇനി ബർത്ത്ഡേയുടെ ഡേറ്റ് ഇയർ മന്ത്? 2/2/1985. അതാണ് 2/2/1985 എന്നാ പറഞ്ഞ? അതല്ലല്ലോ, ഓഗസ്റ്റ് 15 ആണ് ഡേറ്റ്. പക്ഷെ സംഭവം ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അതാണ് ബർത്ത്ഡേ. നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഐഡിയിലൊക്കെ ഞങ്ങള് പണ്ട് പറഞ്ഞ നാട്ടും പുറത്തായിരുന്നു താമസിച്ചത്. അപ്പൊ അവിടെ ഒരു ടീമായിരുന്നു, ഞങ്ങൾ ഒരേ ഏജിലെ ഒരു 5-6 പേരുണ്ടായിരുന്നു. അപ്പൊ ഒരുമിച്ച് പോയപ്പോ അന്ന് അത്ര വിദ്യാഭ്യാസം ഒന്നും ഇല്ല അമ്മമാർക്ക്. അങ്ങനെ ചേർത്തുന്ന സമയത്ത് ഒരേ ഡേറ്റിൽ എല്ലാവരും അങ്ങനെ ചേർത്തി. അപ്പൊ അതില് പെട്ട എന്റെ ഇതില്, പക്ഷെ അവർക്ക് മലയാള മാസമൊക്കെ അറിയാം. ശരിക്കും ഓഗസ്റ്റ് മാസത്തിലാണ് എന്റെ ജനനം. ഓഗസ്റ്റ് 15-നാണ് ജനനം. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി കാർഡിലും സ്കൂളിലും സർട്ടിഫിക്കറ്റിലൊക്കെ 2/2/1985. അതാണ്, അതില് കറക്റ്റാണ്. പക്ഷെ ഇതാണ് കറക്റ്റ് ജനിച്ചത്. അത് അത്ര ഓർമ്മയുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ 2, 3, 4 ഒക്കെ ഉണ്ട്. അപ്പൊ എത്ര എണ്ണപ്പോ ശരിയായി? ഏകദേശം ഒരേപോലെ 1, 2, 3 ശരിയായിണ്ട്. തിരിച്ചും 3 തന്നെയല്ലേ ശരി? അപ്പൊ ടൈലേ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഒന്നും പറയാനില്ല, തല്ലും വഴുക്കൊന്നും ഉണ്ടാക്കാനില്ല. അപ്പൊ എന്തായാലും ഈ KL ശോഭ സുരേഷ് അനി എന്ന് പറയുന്ന ഈ ഒരു ചാനലില് നിങ്ങള് അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ഇനിയും ഒരുപാട് ചെയ്യുക. ഇപ്പൊ ഉള്ളതിനേക്കാളും ഒരുപാട് വ്യൂസും ഒരുപാട് ഉയരങ്ങളും നിങ്ങൾ കീഴടക്കട്ടെ. എന്താണ് നമ്മുടെ മാറ്റ്നി പ്രഷറോട് നിങ്ങൾക്ക് പറയാനുള്ളത്?
ഒന്നും പറയാനില്ല. വലിയ സംഭവമായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇവിടെ എത്തി റീച്ച് ആയി എന്ന് പറയുമ്പോ തന്നെ എന്റെ വയറിവിടെ നിന്ന് ഒരേ കലങ്കലായിരുന്നു. എന്താ ചെയ്യാ, എങ്ങനെ ചോദ്യം ചെയ്യും, ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നുള്ളത് ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ആള് പുലിയാണ്. ഫണ്ണിയായിരുന്നു. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ഞങ്ങൾക്ക്. ഇനി ഒരുപാട് ഇന്റർവ്യൂസ് കിട്ടട്ടെ, ഇനി ഒരുപാട് വീഡിയോസ് ഒക്കെ ഇനി ഇതുപോലെ കണ്ട് ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കട്ടെ, ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.